In this video, I will explain about directive principles. Previous videoയിൽ Article 36 മുതൽ 51 വരെ explain ചെയ്തിരുന്നു. So this video includes new directives, sanctions, criticism and utilities of DPSP. New directive principles. കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്തുണ്ടായിരുന്ന DPSP ചില അമെൻമെൻറ്റ്സിന് വിധേയമായിട്ടുണ്ട്. അത്തരം അമെൻമെൻറ്റിനെ കുറിച്ചാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. 1976 42nd അമെൻമെൻറ്റ് 4 പുതിയ നിർദ്ദേശങ്ങൾ DPSPയിൽ ഉൾപ്പെടുത്തി. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 39 കുട്ടികളുടെ ആരോഗ്യകരമായ ഡെവലപ്മെൻറ്റിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും, സെക്കൻഡ് വൺ ആർട്ടിക്കിൾ 39A തുല്യനീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിയമസഹായം നൽകുന്നതിനും, തേർഡ് വൺ ആർട്ടിക്കിൾ 43A ഇൻഡസ്ട്രി മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും, ഫോർത്ത് വൺ ആർട്ടിക്കിൾ 48A പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വനം, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നു. 1978 44th അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 38 വരുമാനം, പദവി, അവസരങ്ങൾ എന്നിവയിലെ അസമത്വങ്ങൾ കുറയ്ക്കാൻ ഒരു നിർദ്ദേശം കൂടി DPSPയിൽ ആഡ് ചെയ്തു. 2002 86th അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 45 സബ്ജക്റ്റ് ചേഞ്ച് ചെയ്ത് 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ എല്ലാ കുട്ടികൾക്കും ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകുക എന്നത് DPSPയിൽ ഉൾപ്പെടുത്തുകയും, മുൻപ് ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്ന DPSP ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തി പ്രാഥമിക വിദ്യാഭ്യാസം ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുകയും ചെയ്തു. 2011 97th അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 43B പ്രകാരം സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിർദ്ദേശം ചേർത്തു. സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിക്കിൾ 43B നിർദ്ദേശം നൽകുന്നു. നെക്സ്റ്റ് ഈസ് സാങ്ക്ഷൻ ബിഹൈൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനാ അസംബ്ലിയുടെ ഉപദേഷ്ടാവായിരുന്ന സർ BN റാവു ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും തൽഫലമായി ജസ്റ്റീഷ്യബിൾ ആയ മൗലികാവകാശങ്ങൾ പാർട്ട് 3 നോൺ ജസ്റ്റീഷ്യബിൾ ആയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ പാർട്ട് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. DPSP ജസ്റ്റീഷ്യബിൾ അല്ലെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണ് എന്നും നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ നിർദ്ദേശങ്ങൾ പ്രയോഗിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്നും ആർട്ടിക്കിൾ 37 വ്യക്തമാക്കുന്നു. പ്രായോഗികമായി DPSP സ്റ്റേറ്റ് അതോറിറ്റീസിന് മേൽ ധാർമ്മികമായ ബാധ്യത ചുമത്തുന്നുണ്ടെങ്കിലും അവയുടെ പിന്നിലെ യഥാർത്ഥ ശക്തി രാഷ്ട്രീയമാണ്, അതായത് പൊതു അഭിപ്രായം. കൃഷ്ണസ്വാമി അയ്യർ നിരീക്ഷിച്ചതുപോലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു മിനിസ്ട്രിക്കും ഭരണഘടനയുടെ പാർട്ട് 4 വ്യവസ്ഥകൾ അവഗണിക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ജനകീയ വോട്ടിനെ ആശ്രയിക്കുന്ന സർക്കാരിന് ഗവൺമെന്റ് പോളിസി രൂപപ്പെടുത്തുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവഗണിക്കാൻ കഴിയില്ല എന്നും, ഏതെങ്കിലും സർക്കാർ DPSP അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഉത്തരം നൽകേണ്ടി വരുമെന്നും ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ഉപജ്ഞാതാക്കൾ DPSPയെ നോൺ ജസ്റ്റീഷ്യബിൾ ആയി നിലനിർത്തിയതിന് അഥവാ നിയമപരമായി നടപ്പിലാക്കാതിരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുവാൻ രാജ്യത്തിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ അന്ന് ഇല്ലായിരുന്നു. ഇന്ത്യയുടെ വാസ്റ്റ് ഡൈവേഴ്സിറ്റിയും അന്നത്തെ പിന്നോക്കാവസ്ഥയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നതിന് തടസ്സമായിരുന്നു. 1947 സ്വതന്ത്ര ഇന്ത്യക്ക് ധാരാളം മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം പ്രാധാന്യമർഹിക്കുന്ന മറ്റ് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു. അത്തരം ഭാരിച്ച ചുമതലകൾക്കു കീഴിൽ ഇന്ത്യയുടെ മുൻകരുതലുകൾ തകർക്കപ്പെട്ടേക്കാം എന്നതിനാലാണ് DPSP അന്ന് ലീഗലി എൻഫോഴ്സ് ചെയ്യാതിരുന്നത്. ഭാരിച്ച ചുമതലകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ DPSP നടപ്പിലാക്കുവാൻ അന്ന് തന്നെ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനാൽ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ പ്രായോഗിക വീക്ഷണം സ്വീകരിക്കുകയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റീഷ്യബിൾ ആക്കുകയും ചെയ്തു.
DPSP നിറവേറ്റുന്നതിനായി കോടതി നടപടിക്രമങ്ങളെക്കാൾ പൊതുജനാഭിപ്രായത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കൂടുതൽ വിശ്വസിച്ചത്. ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്ന DPSP ആർട്ടിക്കിൾ 21A പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തിയതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്താനോ ലീഗൽ റൈറ്റ്സ് ആക്കുന്നതിനോ കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്രിറ്റിസിസം ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനാ അസംബ്ലിയിലെ ചില അംഗങ്ങളും രാഷ്ട്രീയ വിദഗ്ധരും ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ DPSPയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നോ ലീഗൽ ഫോഴ്സ്. DPSP പ്രധാനമായും വിമർശിക്കപ്പെട്ടത് അവ ജസ്റ്റീഷ്യബിൾ അല്ലാത്തതിനാലാണ്. KT ഷാ അവയെ പയസ് സൂപ്പർഫ്ലുവസ് എന്ന് വിശേഷിപ്പിക്കുകയും ഒരു ബാങ്കിന്റെ റിസോഴ്സസ് അനുവദിക്കുമ്പോൾ മാത്രം പേയബിൾ ആവുന്ന ചെക്ക് എന്ന രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ വിമർശിക്കുകയും ചെയ്തു. അതേസമയം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനേക്കാൾ മികച്ചതല്ലെന്ന് നസ്രുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനങ്ങൾ 2 ജാനുവരിയിൽ തന്നെ ബ്രോക്കാവും എന്ന രീതിയിലാണ് DPSP ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷനേക്കാൾ മികച്ചതല്ലെന്ന് നസ്രുദ്ദീൻ വ്യക്തമാക്കിയത്. TT കൃഷ്ണം ആചാരി DPSPയെ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ് എന്നും KC വീർ DPSP എന്നത് ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രകടന പത്രിക ആണെന്നും അവ വെറും ധാർമ്മിക പ്രബോധനം മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടു. സർ ഐവർ ജെന്നിങ്സ് DPSPയെ തീവ്രമായ അഭിലാഷങ്ങൾ മാത്രമായി കരുതി. സെക്കൻഡ് വൺ, ഇല്ലോജിക്കലി അറേഞ്ച്ഡ്. കൺസിസ്റ്റന്റ് ആയൊരു ഫിലോസഫിയെ അടിസ്ഥാനമാക്കി DPSPയെ യുക്തിപരമായി ക്രമീകരിച്ചിട്ടില്ലെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു. DPSP ശരിയായി ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നും യുക്തിപരമായി ക്രമീകരിച്ചിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ താരതമ്യേന അപ്രധാനമായ വ്യവസ്ഥകളുമായി മിക്സ് ചെയ്തിരിക്കുന്നു എന്നും ക്രിറ്റിസിസം ഉയർന്നിരുന്നു. വിമർശകരുടെ അഭിപ്രായത്തിൽ DPSP സെന്റിമെന്റ് ആൻഡ് പ്രെജുഡിസിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നും മോഡേൺ പ്രൊവിഷൻസ് ഓൾഡ് പ്രൊവിഷൻസുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്നും സ്ഥിരതയുള്ള ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഉള്ളവ അല്ലെന്നും വ്യക്തമാക്കുന്നു. തേർഡ് വൺ ഈസ് കൺസർവേറ്റീവ്. സർ ഐവർ ജെന്നിങ്സിന്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിഡ്നി വെബിന്റെയും ബിയാട്രിസ് വെബിന്റെയും പ്രേതങ്ങൾ ടെക്സ്റ്റിന്റെ പേജുകളിലൂടെ കടന്നുപോകുന്നു എന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 സോഷ്യലിസം ഇല്ലാത്ത ഫാബിയൻ സോഷ്യലിസത്തെ പ്രകടിപ്പിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ DPSP ഇന്ത്യയിൽ അനുയോജ്യമായേക്കാമെന്നും 21st സെഞ്ചുറിയിൽ അവ അനുയോജ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല എന്നും 21st സെഞ്ചുറിയിൽ അവ പൂർണ്ണമായും ഔട്ട്മോഡ് ആവാൻ സാധ്യതയുണ്ട് എന്നും സർ ഐവർ ജെന്നിങ്സ് അഭിപ്രായപ്പെട്ടിരുന്നു. ഫോർത്ത് വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റ്. DPSP കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിക്കുന്നുവെന്ന് K. സന്താനം ചൂണ്ടിക്കാട്ടി. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ DPSP കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിച്ചേക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സെന്ററിന് DPSP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുമെന്നും അതുപോലെ പാർലമെന്റ് പാസാക്കിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലംഘിക്കുന്ന ഒരു ബിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുമ്പോൾ DPSP രാജ്യത്തിന്റെ ഭരണത്തിന് അടിസ്ഥാനമാണ്, അതിനാൽ DPSP അവഗണിക്കാൻ ഒരു മന്ത്രാലയത്തിന് അവകാശമില്ല എന്ന തരത്തിൽ രാഷ്ട്രപതി ആ ബിൽ നിരസിച്ചേക്കാം എന്നും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റി ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മേൽപ്പറഞ്ഞ വിമർശനങ്ങളും പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയുടെ അനാവശ്യ ഭാഗമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവ രാജ്യത്തിന്റെ ഭരണത്തിൽ അടിസ്ഥാനപരമാണെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രമുഖ നിയമജ്ഞനും നയതന്ത്രജ്ഞനുമായ LM സിംഗ്വിയുടെ അഭിപ്രായത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന് ജീവൻ നൽകുന്ന വ്യവസ്ഥകളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സാമൂഹിക നീതി ഉൾക്കൊള്ളുന്ന ഇവ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഘടകമാണ്. DPSP പൂർണ്ണമായി നടപ്പിലാക്കിയാൽ നമ്മുടെ രാജ്യം തീർച്ചയായും ഭൂമിയിലെ ഒരു സ്വർഗമായിരിക്കുമെന്നും ഇന്ത്യ രാഷ്ട്രീയ അർത്ഥത്തിൽ ഉള്ള ഒരു ജനാധിപത്യ രാജ്യം മാത്രമല്ല, മറിച്ച് പൗരന്മാരുടെ ക്ഷേമം നോക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം കൂടി ആയിരിക്കുമെന്നും ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് MC ചഗ്ല അഭിപ്രായപ്പെട്ടു.
രാഷ്ട്രീയ ജനാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ജനാധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമെന്ന് DPSP വ്യക്തമാക്കുന്നു. അതിനാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മഹത്തരമാണെന്ന് ഡോക്ടർ BR അംബേദ്കർ വ്യക്തമാക്കി. ഗ്രാൻവിൽ ഓസ്റ്റിന്റെ അഭിപ്രായത്തിൽ DPSPയുടെ ലക്ഷ്യം സോഷ്യൽ റെവല്യൂഷനാണ്. സോഷ്യൽ റെവല്യൂഷൻ അഥവാ സാമൂഹിക വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സോഷ്യൽ റെവല്യൂഷൻ കൈവരിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റേറ്റ് അധികാരികൾക്കുള്ള ധാർമ്മിക നിയമങ്ങളാണ് DPSP എന്നും അവയ്ക്ക് വിദ്യാഭ്യാസ മൂല്യമെങ്കിലും ഉണ്ട് എന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഭരണഘടനാ ഉപദേഷ്ടാവ് ആയിരുന്ന സർ BN റാവു പ്രസ്താവിച്ചു. ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറൽ MC സെറ്റൽവാദിന്റെ അഭിപ്രായപ്രകാരം DPSP നിയമപരമായ അവകാശങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അവ പ്രധാനപ്പെട്ടതും ഉപയോഗപ്രദവുമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം DPSP ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ അധികാരികൾക്കും ഉള്ള ജനറൽ റെക്കമെൻഡേഷൻസ് പോലെയാണ്. ഭരണഘടന ലക്ഷ്യമിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ഓർഡറിനെ അവ ഓർമ്മിപ്പിക്കുന്നു. DPSP കോടതികൾക്ക് ഉപയോഗപ്രദമായ ബെക്കൺ ലൈറ്റുകളായി പ്രവർത്തിച്ചു. ജുഡീഷ്യൽ റിവ്യൂവിന്റെ അധികാരം പ്രയോഗിക്കുന്നതിലും അവ കോടതികളെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത നിർണ്ണയിക്കാനുള്ള കോർട്ടിന്റെ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിൽ DPSP കോടതികളെ സഹായിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ എല്ലാ നടപടികളിലും DPSP വളരെ ശക്തമായ ഒരു സ്വാധീനം രൂപപ്പെടുത്തുന്നു. DPSP ആംപ്ലിഫൈസ് ദി പ്രിയാമ്പിൾ, അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിലനിൽക്കുന്നു. ഇതുകൂടാതെ മറ്റു ചില പ്രത്യേകതകളും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനുണ്ട്. ഫസ്റ്റ് വൺ, അധികാരത്തിലുള്ള പാർട്ടിയുടെ മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ ആഭ്യന്തര നയങ്ങളിലും വിദേശ നയങ്ങളിലും DPSP സ്ഥിരതയും തുടർച്ചയും നിലനിർത്തുന്നു. അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസികളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്ഥിരതയും തുടർച്ചയും നിലനിർത്തുന്നു. സെക്കൻഡ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മൗലികാവകാശങ്ങൾക്ക് അനുബന്ധമാണ്. സിറ്റിസൺസിന് സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ നൽകുന്നതിലൂടെ പാർട്ട് 3 ശൂന്യത നികത്തുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിലൂടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയും പാർട്ട് 4 DPSPയിലൂടെ സോഷ്യോ എക്കണോമിക് ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷൻ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് വൺ, സാമ്പത്തിക ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിന് അർത്ഥമില്ല. അതിനാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കുന്നത് സിറ്റിസൺസിന്റെ അടിസ്ഥാന അവകാശങ്ങൾ ശരിയായി ലഭ്യമാക്കുന്നതിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഫോർത്ത് വൺ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സ്വാധീനവും നിയന്ത്രണവും പ്രയോഗിക്കാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രതിപക്ഷത്തെ പ്രാപ്തരാക്കുന്നു. ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങൾ DPSPക്ക് എതിരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയെ കുറ്റപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിയും. ഫിഫ്ത്ത് വൺ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലറേഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന DPSPയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സർക്കാർ നയങ്ങൾ, ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്നിവ പരിശോധിക്കാം. അതിനാൽ സർക്കാരിന്റെ പ്രകടനത്തിന് നിർണായകമായ ഒരു പരീക്ഷണമായി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രവർത്തിക്കുന്നു. സിക്സ്ത് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സെർവ്സ് ആസ് എ കോമൺ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരു പൊതു രാഷ്ട്രീയ പ്രകടന പത്രികയായി നിലനിൽക്കുന്നു. അതിനാൽ ഒരു ഭരണകക്ഷി അതിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പരിഗണിക്കാതെ, അതായത് റൂളിംഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി പരിഗണിക്കാതെ തന്നെ ഭരണകക്ഷി അതിന്റെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പ്രവൃത്തികളിൽ DPSPയെ ഒരു ഗൈഡായി കരുതണം.